ഹായ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ടോപ്പോളജി ഓഫ് ഡി എൻ എ. ഞാൻ സ്ട്രക്ചർ ഓഫ് ഡി എൻ എ എന്ന ടോപ്പിക്ക് ഇതിന് മുമ്പത്തെ പാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് ടോപ്പോളജി ഓഫ് ഡി എൻ എ, അതർവൈസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലിങ്കിങ് നമ്പർ. അപ്പോൾ നമ്മൾ ടോപ്പോളജിയുടെ വേറൊരു പേരാണ് ലിങ്കിങ് നമ്പർ. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ഡി എൻ എ എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ സ്ട്രക്ചറുള്ളൊരു മോളിക്യൂളാണ്. കാരണം എന്തുകൊണ്ടാണ്, അതിനൊരു ഫ്രീ എൻഡ് ഉണ്ട്. അതായത് ഫ്രീ എൻഡ് ഉണ്ടായാൽ മാത്രമേ ലീനിയർ ആയിട്ടത് പോളിമറൈസേഷൻ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഡി എൻ എ ഹാസ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ. അതുപോലെ തന്നെ ലീനിയർ ഡി എൻ എ മോളിക്യൂളിന് അതിന് തന്നെ ഫ്രീലി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ടു അക്കോമഡേറ്റ് ചേഞ്ചസ്. അതിൻ്റെ ഡബിൾ ഹെലിക്സ് പരസ്പരം ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനെ ഫ്രീലി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ലീനിയർ ഡി എൻ എ മോളിക്യൂളിന്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എൻ എ മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു ഡബിൾ ഹെലിക്സ് ആണ്. അത് ഈച്ച് അതർ ട്വിസ്റ്റ് ചെയ്ത രീതിയിലാണ് കാണപ്പെടുന്നത്, ഡബിൾ ഹെലിക്സ് ആയിട്ട്. പക്ഷേ ആ ഡബിൾ ഹെലിക്സിന് തന്നെ വീണ്ടും അത് നമ്പർ ഓഫ് ടൈംസ് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പറയുന്നത് ലീനിയർ ഡി എൻ എ മോളിക്യൂളാണ്. അടുത്ത് സർക്കുലർ ഡി എൻ എയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ രണ്ട് എൻഡ്സും കോവാലൻ്റ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ളതായിരിക്കും സർക്കുലർ ഡി എൻ എ മോളിക്യൂൾ. അത് സർക്കുലർ ഡി എൻ എ ആയതുകൊണ്ട് തന്നെ ഈ ഷുഗർ ഫോസ്ഫാറ്റ് ബാക്ക് ബോൺസിനകത്ത് ഇൻട്രപ്ഷൻസ് കാണില്ല ബിറ്റ്വീൻ ടു സ്ട്രാൻഡ്സ്. അതുകൊണ്ട് തന്നെ അതിന് പരസ്പരം ട്വിസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെയുള്ള കോവലൻ്റ്ലി ക്ലോസ്ഡ് സർക്കുലർ ഡി എൻ എ, ദാറ്റ് മീൻസ് സി ഡി എൻ എ എന്ന് പറയുന്നത് ടോപ്പോളജിക്കലി കൺസ്ട്രെയിൻഡ് ആയിരിക്കും. Also, the even linear DNA in eukaryotic chromosome are subject to topological constraints due to their entrainment in chromatin and interaction with other cellular components. അപ്പോൾ വാട്ട് ഈസ് ടോപ്പോളജി? ടോപ്പോളജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഷേപ്പോ സൈസോ, ഒരു സബ്സ്റ്റൻസിൻ്റെ ഒരു മോളിക്യൂളിൻ്റെയോ സൈസോ ഷേപ്പോ ചേഞ്ച് ആയതുകൊണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ആയതുകൊണ്ട് അതിൻ്റെ ജോമെട്രിക്കൽ പ്രോപ്പർട്ടീസും സ്പേഷ്യൽ റിലേഷൻസും അൺഎഫക്റ്റ് ആവുന്ന അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ടോപ്പോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ജോഗ്രഫിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് സ്പേഷ്യൽ റിലേഷൻ അൺഎഫക്റ്റഡ് ബൈ കണ്ടിന്യൂസ് ചേഞ്ച് ഓഫ് ഷേപ്പ് ഓഫ് സൈസ് ഓഫ് ഫിഗേഴ്സ്. ഇനി അപ്പോൾ ടോപ്പോളജി ഓഫ് ഡി എൻ എ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രണ്ട് കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്സ് എങ്ങനെയാണ് പരസ്പരം ഇൻ്റർവൈൻ ചെയ്തിട്ടുള്ളത് എന്ന് പഠിപ്പിക്കുന്നതാണ് ടോപ്പോളജി ഓഫ് ഡി എൻ എ എന്ന് പറയുന്നത്. ടോപ്പോളജി ഓഫ് ഡി എൻ എ 3 ടൈപ്സിൽ വരാറുണ്ട്: സൂപ്പർ കോയിലിംഗ്, നോട്ട്സ് ആൻഡ് കാറ്റനൈൻസ്. അപ്പോൾ 3 പിക്ചർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണ് സൂപ്പർ കോയിലിംഗ്? നമുക്കറിയാം, ഡി എൻ എ ഇറ്റ്സെൽഫ് ട്വിസ്റ്റായി വരുന്നതാണ് സൂപ്പർ കോയിലിംഗ്, സൂപ്പർ കോയിൽ ചെയ്ത് വരിക. പിന്നെ നോട്ട്സ്, കാറ്റനൈൻസ്. നമ്മൾ ഈ ഒരു ക്ലോസ്ഡ് സർക്കുലർ ഡി എൻ എയുടെ ടോപ്പോളജി പറയുമ്പോൾ ലിങ്കിങ് നമ്പർ വെച്ചിട്ടാണ് അതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ലിങ്കിങ് നമ്പർ എന്ന് നോക്കാം. ലിങ്കിങ് നമ്പർ എന്ന് പറയുമ്പോൾ രണ്ട് സ്ട്രാൻഡ്സ്, അതിൻ്റെ തന്നെ സ്ട്രാൻഡ്സ് പരസ്പരം എത്ര പ്രാവശ്യം, നമ്പർ ഓഫ് ടൈംസ് വൺ സ്ട്രാൻഡ് വുഡ് ഹാവ് പാസ് ടു ദ അതർ സ്ട്രാൻഡ്, എത്ര പ്രാവശ്യമാണ് ഒരു സ്ട്രാൻഡ് മറ്റൊരു സ്ട്രാൻഡിൻ്റെ പുറത്തുകൂടെ വൗണ്ട് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ ട്വിസ്റ്റായി വരുന്നത്, അതിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ ലിങ്കിങ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിങ്കിങ് നമ്പർ എപ്പോഴും ഇൻറ്റീജർ ആയിരിക്കും. ലിങ്കിങ് നമ്പറിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സം ഓഫ് 2 ജോമെട്രിക്കൽ കമ്പോണൻസ് കോൾഡ് ട്വിസ്റ്റ് ആൻഡ് റൈഡ്. നമ്മളിപ്പോൾ ഒരു ഡി എൻ എയുടെ ലിങ്കിങ് നമ്പർ അല്ലെങ്കിൽ ടോപ്പോളജി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര ട്വിസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര റൈഡ് ഉണ്ട് എന്നതിൻ്റെ സമ്മായിരിക്കും ലിങ്കിങ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ LK is equal to TW plus WR. TW twist, WR ride. What is twist and ride? ഫസ്റ്റ് ട്വിസ്റ്റ്, താഴെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ട്വിസ്റ്റ്, രണ്ട് സ്ട്രാൻഡ്സ് പരസ്പരം ട്വിസ്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്പർ ഓഫ് ഹെലിക്കൽ ടേൺസ് വൺ സ്ട്രാൻഡ് അബൌട്ട് അതർ. അപ്പോൾ അതിന് അതായത് ജസ്റ്റ് ട്വിസ്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്പർ ഓഫ് ഹെലിക്കൽ ടേൺസ്, അതാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഒരു സി ഡി എൻ എ, കോവാലൻ്റ്ലി ക്ലോസ്ഡ് സർക്കുലർ ഡി എൻ എ ഒരു പ്ലെയിനിൽ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്തായാലും ട്വിസ്റ്റ് മാത്രമേ അതിൽ കാണത്തുള്ളൂ, കാരണം അത് പരസ്പരം പിന്നെ എന്ത് ചെയ്തില്ല, കോയിലായിട്ടില്ല. അപ്പോൾ റൈദില്ല. ഒരു സി ഡി എൻ എയുടെ പ്ലെയിൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ട്വിസ്റ്റ് മാത്രമേ കാണത്തുള്ളൂ, റൈദ് കാണത്തില്ല. അപ്പോൾ നമുക്ക് ട്വിസ്റ്റ് ജസ്റ്റ് കൗണ്ട് ചെയ്ത് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു ഇതിൽ ഈസിലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, ജസ്റ്റ് കൗണ്ട് ചെയ്താൽ മതി. ട്വിസ്റ്റിനെ നമുക്ക് ഹെലിക്കൽ ക്രോസ് ഓവർ എന്ന് വിളിക്കാം. ഒരു റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ്, അതായത് ഡി എൻ എ റൈറ്റ് ഹാൻഡഡ് ഹെലിക്സിൻ്റെ ട്വിസ്റ്റ് വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് LK വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് റൈഡ്. ഇപ്പോൾ നമ്മൾ CCC DNA പ്ലെയിനിലാണെന്ന് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞത്.
ശരിക്കും അതൊരിക്കലും പ്ലെയിനിൽ ഫ്ലാറ്റ് അല്ല, അത് കോവാലൻ്റ്ലി സർക്കുലർ ഷേപ്പാണ് വരുന്നത്. അപ്പോൾ ഇറ്റ് യൂഷ്വലി ടോർഷണലി സ്ട്രെസ്ഡ് സച്ച് ദാറ്റ് ലോങ് ആക്സിസ് ഓഫ് ഡബിൾ ഹെലിക്സ് ക്രോസസ് ഓവർ ഇറ്റ് സെൽഫ്. അതായത് ഒരു 3D സ്ട്രക്ചർ പോലെ അത് ഇറ്റ് സെൽഫായിട്ട് റിപ്പീറ്റഡ്ലി ക്രോസ് ഓവർ ചെയ്യും ആ ഡബിൾ ഹെലിക്സ്. അതിനെയാണ് നമ്മൾ റൈദ് എന്ന് പറയുന്നത്. റൈദ് 2 ഫോംസിലുണ്ട്, ഇൻ്റർവൗണ്ടും ടൊറോയിഡും. ഇൻ്റർവൗണ്ടിൻ്റെ വേറൊരു പേരാണ് പ്ലെക്ടോണമിക് റൈദ്. ടൊറോയിഡിന് സ്പൈറൽ റൈദ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇൻ്റർവൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ലോങ് ആക്സിസ് അതിൽ തന്നെ വീണ്ടും ട്വിസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഇൻ്റർവൗണ്ട്. ടൊറോയിഡ് എന്ന് പറയുമ്പോൾ സിലിണ്ടറിക്കൽ മാനറിൽ വൗണ്ട് ചെയ്ത് വരുന്നതാണ് ടൊറോയിഡ് ഷേപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൊറോയിഡ് റൈദ് എന്ന് പറയുന്നത്. അപ്പോൾ റൈദ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻ്റർവൗണ്ട് ആൻഡ് സ്പൈറൽ റൈഡ്സ്. ഒരു സർക്കുലർ കോവലൻ്റ്ലി ക്ലോസ് സർക്കുലർ DNA കേസാണ് പറയുന്നത്. അപ്പോൾ താഴെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ കോയിൽ ഡബിൾ ഹെലിക്സ് 1 ടൈം മാത്രമേ ക്രോസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ റൈദ് നമ്പർ എന്ന് പറയുമ്പോൾ 1 ആണ് വരുന്നത്. സെക്കൻഡ് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം പരസ്പരം ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ട്വിസ്റ്റും. പിന്നെ ആ ഒരു ഹെലിക്സ് തന്നെ 3 പ്രാവശ്യം അതിൽ തന്നെ വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്, അതാണ് 3 റൈദ്. നെക്സ്റ്റ് ട്വിസ്റ്റ് റൈദിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അത് ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നു, സെക്കൻഡ് അത് ട്വിസ്റ്റിൽ കൂടെ വീണ്ടും കോയിൽ ചെയ്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് ഇൻ്റർവൗണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ലോങ് ആക്സിസിൽ വൗണ്ട് ചെയ്ത് വരുന്നതാണ് ഇൻ്റർവൗണ്ട്. ടൊറോയിഡൽ എന്ന് പറയുമ്പോൾ സിലിണ്ടറിക്കൽ മാനറിൽ വൗണ്ട് ചെയ്ത് വരുന്നതാണ് ടൊറോയിഡൽ റൈദ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾസ് ഫോർ LK നോക്കാം. ലിങ്കിങ് നമ്പർ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നതിൽ ആരോ നോക്കിയ നമ്പർ കൗണ്ട് ചെയ്താൽ മനസ്സിലാവും 7 ട്വിസ്റ്റ് ആണ് വരുന്നത്. ഇത് പരസ്പരം വീണ്ടും കോയിൽ ചെയ്തിട്ടില്ല, അപ്പോൾ റൈദ് 0 ആണ്. അപ്പോൾ LK ഈസ് ഈക്വൽ ടു ട്വിസ്റ്റ് പ്ലസ് റൈദ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 7 + 0. സോ ദ LK നമ്പർ ഈസ് ഈക്വൽ ടു 7. തൊട്ട് താഴെയുള്ള പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അത് എത്ര പ്രാവശ്യം പരസ്പരം കോയിൽ ചെയ്തിട്ടുണ്ടെന്ന് നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 4 ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ റൈദ് ഇല്ല, അപ്പോൾ 4 LK. നെക്സ്റ്റിൽ LK 3 ആണ് വരുന്നത്. അവിടെ ഒരു എൻസൈം കൊടുത്തിട്ടുണ്ട്, ടോപ്പോ ഐസോമറൈസേസ്. ഈ ടോപ്പോ ഐസോമറൈസേഷൻ നടത്തുന്നത് ടോപ്പോ ഐസോമറൈസ് എൻസൈമാണ്. അവരുടെ റോൾ അത് പിക്ചറിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിൽ ഒരിക്കൽ ടെസ്റ്റ് ചെയ്തിരുന്ന സംഭവത്തിനെ അത് അൺടെസ്റ്റ് ചെയ്തു. അതപ്പോഴാണ് നമുക്ക് LK വാല്യൂ 3 ആയിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് റിലാക്സ്ഡ് സർക്കുലർ DNA, സൂപ്പർ കോൾഡ് DNAയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ് റിലാക്സ്ഡ് സർക്കുലർ DNA? ഒരു റിലാക്സ്ഡ് സർക്കുലർ DNA എന്ന് പറയുമ്പോൾ റൈദ് ഇല്ലാതിരിക്കുന്ന ഒരു പോർഷനാണ് പറയുന്നത്. അപ്പോൾ റൈദ് 0 ആയിരിക്കും അവിടെ, അതുകൊണ്ട് തന്നെ LK ഈസ് ഈക്വൽ ടു ട്വിസ്റ്റ് ആയിരിക്കും. അപ്പോൾ വാട്ട് ഈസ് റിലാക്സ്ഡ് DNA? റിലാക്സ്ഡ് ഫോം ഓഫ് DNA എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ കാണുന്ന നമ്മൾ ക്രൊമാറ്റിൻ എന്ന് വിളിക്കുന്ന അതിനെയാണ് റിലാക്സ്ഡ് ഫോം ഓഫ് DNA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ DNA ഒരു ടോർഷണൽ സ്ട്രെസ്സിന് കീഴിലല്ലാതിരിക്കുന്ന ഒരു സമയത്തിനെയാണ് നമ്മൾ റിലാക്സ്ഡ് ഫോം എന്ന് വിളിക്കുന്നത്. അനദർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചറിൽ LK 23 ആണ് വരുന്നത്, ട്വിസ്റ്റ് 25, റൈദ് -2. ഈ -2 എങ്ങനെ വന്നതാണെന്ന് നമുക്ക് നെക്സ്റ്റ് പഠിക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ പിക്ചറിൽ ട്വിസ്റ്റ് -1, റൈദ് 0. ട്വിസ്റ്റ് നെക്സ്റ്റിൽ ട്വിസ്റ്റ് 0 ആണ്, പക്ഷേ റൈദ് -1 ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പഠിക്കാം. ഈ ട്വിസ്റ്റിൻ്റെ റൈദിൻ്റെ വാല്യൂസ് ഈ ആംബിയൻറ്റ് കണ്ടീഷൻസ്, ടെമ്പറേച്ചർ പോലെയുള്ളത്, അല്ലെങ്കിൽ ഈ DNA ഫങ്ഷനിങ്ങിൻ്റെ ടൈമിൽ അപ്പോഴൊക്കെ ഈ ഇതിൻ്റെ വാല്യൂസ് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചേഞ്ച് ആവാൻ പറ്റും, ഈസിലി ചേഞ്ചബിൾ ആണ്. നെക്സ്റ്റ് ട്വിസ്റ്റ് നമുക്ക് പോസിറ്റീവും കിട്ടാം നെഗറ്റീവും കിട്ടാം. അതുപോലെ തന്നെ റൈദ് നമുക്ക് പോസിറ്റീവും കിട്ടാം നെഗറ്റീവും കിട്ടാം, അതായത് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് സൂപ്പർ കോയിലിങ്ങിനാണ് നടക്കുന്നതെങ്കിൽ DNAയിൽ ട്വിസ്റ്റ് നമ്പർ ഇൻക്രീസ് ആവും. പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ് ആണെങ്കിൽ ട്വിസ്റ്റ് നമ്പർ കൂടും. നെഗറ്റീവ് സൂപ്പർ കോയിലിങ്ങിനാണെങ്കിൽ ട്വിസ്റ്റ് നമ്പർ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ റൈദ് എന്ന പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഡബിൾ ഹെലിക്സ് ഏത് പാറ്റേണിലാണ് അവർ ഹെലിക്കൽ ഷേപ്പ് ഫോം ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടുള്ളത് എന്നതിനെയാണ് നമ്മൾ ഈ പോസിറ്റീവ് റൈദും നെഗറ്റീവ് റൈദും കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റൈദ് വാല്യൂ നമുക്ക് ഹെലിക്സിൻ്റെ ഡയറക്ഷണാലിറ്റിയാണ് തരുന്നത്. അപ്പോൾ താഴെ പിക്ചറിൽ ലെഫ്റ്റ് ഹാൻഡ് ഹെലിക്സും റൈറ്റ് ഹാൻഡ് ഹെലിക്സിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ഹെലിക്സിൻ്റെ ആണ് റൈദ് നെഗറ്റീവും, റൈറ്റ് ഹാൻഡഡ് ഹെലിക്സിൻ്റെ റൈദ് എപ്പോഴും പോസിറ്റീവായിരിക്കും. അപ്പോൾ ഇത്രയാണ് ടോപ്പോളജി ഓഫ് DNA. അപ്പോൾ സ്ട്രക്ചർ ആൻഡ് ടോപ്പോളജി ഓഫ് DNA കഴിഞ്ഞു. നമുക്ക് അടുത്ത പാർട്ടിൽ സ്ട്രക്ചർ ആൻഡ് ടോപ്പോളജി ഓഫ് RNA പഠിക്കാം. ഇതിൻ്റെ നോട്ട് മിസ് ബയോകെമിസ്ട്രി ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.